ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അയർലൻഡിലെ വീടിനൊക്കെ ആറ്റിക് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഭാഷ പറയുകയാണെങ്കിൽ തട്ടുംപുറം, മച്ച്, ചേര്, അങ്ങനെ ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ പറയുന്നത്. അതായത് നമ്മുടെ അതായത് ബേസ്മെന്റ്, അതായത് ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, അത് കഴിഞ്ഞിട്ട് മുകളിൽ ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ. സ്റ്റോറേജ് സ്പേസ് മാത്രമല്ല, നമുക്ക് അത് പിന്നീട് കൺവേർട്ട് ചെയ്ത് ഒരു റൂമൊക്കെ ആക്കി മാറ്റാം. അപ്പൊ നമുക്ക് ഈ ആറ്റിക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, നമുക്ക് എങ്ങനെയാണ് അങ്ങോട്ടേക്ക് കയറാൻ പറ്റുന്നത് എന്നൊക്കെ ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് വന്ന് ഇവിടെ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഏരിയ ആണ് ആറ്റിക്. ഇതാണ് അങ്ങോട്ടേക്ക് കയറാനുള്ള വാതിൽ. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഈ ബ്ലാക്ക് സ്പോട്ടിൽ അതിൻ്റെ ആ കറക്റ്റ് ഒരു കമ്പിയുണ്ട്. അതിട്ട് നമ്മൾ തിരിച്ചു കഴിയുമ്പോൾ അതിങ്ങ് താഴേക്ക് വരും. പിന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് താഴേക്ക് വെക്കാവുന്ന ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. അതുവഴിയാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് തുറക്കാം. അപ്പം നമ്മൾ ഈ കമ്പി വെച്ചിട്ടാണ് ആ കറക്റ്റ് ഹോളിനകത്ത് ഇട്ടിട്ട്, ഇതുകൊണ്ട് ഇത് കറക്റ്റ് അതിനകത്ത് ഫിറ്റ്. അത് തിരിഞ്ഞു കഴിയുമ്പോൾ ആ ലോക്ക് അങ്ങ് റിലീസ് ആവും. അൺലോക്ക് ചെയ്തിട്ട് നമുക്കത് പുള്ള് ചെയ്ത് താഴേക്ക് ഇറക്കാം. ഈ ഹോളിനകത്ത് ഇടുക. നമ്മളിത് തിരിക്കുന്നു. ഉണ്ടോ, ഇങ്ങനെ പുള്ളി ചെയ്യണം. അങ്ങനെ പുള്ളി ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഫോൾഡിങ് ചെയർസ് കാണാൻ പറ്റും. ഇത് സേഫ്റ്റി പിള്ളേർക്കൊന്നും എത്തത്തില്ല. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഇങ്ങോട്ടേക്ക് ആക്സസിബിൾ ഇല്ല. നമ്മൾ മുതിർന്നവരുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് കയറാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതുണ്ട്, ഈ സ്റ്റെയർ കേസ് ഇതുണ്ട്, കറക്റ്റ് ഫോൾഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് സംഭവം. ഒരു സ്റ്റെയർ കേസ് റെഡി. നമുക്ക് ആറ്റിക്കിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് റെഡി. നമുക്കൊന്ന് മുകളിൽ കയറി നോക്കാം. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഇത് ലാൻഡ് ചെയ്യുന്ന സ്ഥലം. നമ്മൾ വീട് മേടിച്ചു കഴിയുമ്പോൾ ഈ ഏരിയ ഇങ്ങനെയല്ല കിട്ടുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇത് കണ്ടോ, ഇവിടെ ലൈറ്റ് കുറവാണ്. ഇപ്പോൾ ഈ മെറ്റീരിയൽ വളരെ ഫോം, അതായത് ഇത് നമുക്ക് തണുപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ഇതാണ് ഇവിടെ ഈ ആറ്റിക്ക് മുഴുവൻ ഉണ്ടാകുക. അപ്പം നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇത്രയും ഭാഗം നമ്മൾ ഫ്ലോറിങ് എക്സ്ട്രാ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇതൊരു റൂമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇത്രയും വലിയൊരു സ്പേസിലുള്ള റൂം കിട്ടും. നല്ലൊരു വലിയ ബെഡ്റൂമും അതിനകത്തൊരു ബാത്റൂമും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ, അതായത് എപ്പോഴും ഉപയോഗിക്കാത്തതുണ്ട്. ഇപ്പം നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന പെട്ടിയൊക്കെ, അതൊക്കെ ഇവിടെ. ഇപ്പം നമ്മുടെ താഴത്തെ സ്പേസ് ഒട്ടും പോകത്തില്ല. അതുപോലെ പിള്ളേരുടെയൊക്കെ പഴയ ചെയറും കാർ സീറ്റൊക്കെയാണിത്. അതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു. അതുപോലെ നമ്മൾ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ അതെല്ലാം ആറ്റിക്കിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഇനിയിപ്പം 2 ആഴ്ച കഴിയുമ്പോൾ എടുക്കാനുള്ളതാണ്. ഈ ക്രിസ്മസ് ഡെക്കറേഷൻസും ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ. അതുപോലെ നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ വാട്ടർ ടാങ്ക്. ഡയറക്റ്റ് വാട്ടർ കണക്ഷൻ ഉണ്ട് പുറത്തുനിന്ന്. അപ്പോൾ അത് ഈ വാട്ടർ ടാങ്കിനകത്ത് വരും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിനകത്ത് ഫില്ലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 500-1000 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു എപ്പോഴും ഇൻ കേസ് ഒരു വാട്ടറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പോലും ഒരു അത്യാവശ്യത്തിന് വേണ്ട വെള്ളം എപ്പോഴും ഇവിടെ കാണും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇങ്ങനെയാണ് ഇതിൻ്റെ റൂഫ് വരുന്നത്. ഇതൊക്കെ ഈ കാണുന്ന ഇതൊക്കെ ഉണ്ടോ, ഇത് റെഡിമെയ്ഡ് ആയിട്ട് നേരത്തെ സെറ്റ് ചെയ്ത സാധനം ഇവിടെ കൊണ്ടുപോയിട്ട് ക്രെയിം വെച്ച് സെറ്റ് ചെയ്യുകയാണ്. അല്ലാതെ ഇവിടെ നിന്ന് ഇതൊന്ന് അറ്റാച്ച് ചെയ്യുന്നല്ല. ഈ കണക്ഷൻസ് ഒക്കെ ഉണ്ടോ, ഈ ഫുൾ സംഭവം നേരത്തെ ഇവർ വേറൊരു സ്ഥലത്ത് നിന്ന് സെറ്റ് ചെയ്ത്. ഇപ്പം നമുക്കറിയാം, ഇത് ഒറ്റ ദിവസം കൊണ്ട് 2-3 വീടിൻ്റെ ഒക്കെ റൂഫ് ഇവർ പണിത് തീർക്കും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതൊരു പ്ലാസ്റ്റിക് നമ്മുടെ ഷീറ്റാണ്. ഇതിൻ്റെ മേലെയാണ് അവർ പട്ടിക അടിക്കുന്നത്. ഇതുണ്ട്, ഇവിടെ ഒരു പട്ടിക ഉണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പം അതിൻ്റെ മേലെയാണ് ഓടി വരുന്നത്. ഇതിടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കുറച്ചും കൂടെ ഹീറ്റ് ഇതിനകത്ത് നിൽക്കാനാണ്. എന്നാൽ പോലും പുറത്ത് എന്താണോ ടെമ്പറേച്ചർ, അതായിരിക്കും ഈ ആറ്റിക്കിനകത്ത്. ഇപ്പം ഇതിനകത്ത് നല്ല തണുപ്പാണ്. നമുക്ക് വിൻ്ററിൽ ഒരു ജാക്കറ്റൊക്കെ ഇടാതെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തണുപ്പ്. അത് നമ്മൾ പുറത്തിറങ്ങിയൊരു ഫീലായിരിക്കും.
അതേപോലെ സമ്മറിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ചൂടുമായിരിക്കും. ഈ ഫ്ലോറിങ് ജസ്റ്റ് ആറ്റിക്കിന്റെ ബേസിക് ആയിട്ടുള്ള വുഡ് വെച്ചിട്ടുള്ള ഫ്ലോറിംഗ് ആണ്. ഇത്ര ഏരിയ നമുക്ക് അത്രയും സ്പേസ് കിട്ടി. ഇനിയും ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ വെക്കാം. നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ടോ നല്ല ഫോം, ഇതൊരു കൈൻഡ് ഓഫ് സ്പോഞ്ച് പോലെ, സ്പോഞ്ച് അല്ല, ഇതിനൊരു പേരുണ്ടാവും. ഭയങ്കര തിക്നെസ്സിൽ ഇത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ വെച്ചെങ്കിൽ ഇതുകൊണ്ട് ഇതിപ്പോൾ ഒരു ഒരടി, എൻ്റെ കൈ അങ്ങോട്ട് എത്തുന്നില്ല, അത്രയും ഒരു ഒരടി കനത്തിൽ ഈ സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ വിൻ്ററിൽ, അതായത് വീടിനകത്ത് ചൂട് നിർത്തുക എന്നുള്ളതാണ്. സംഭവം ഇതുകൊണ്ടോ ഇവിടെ എല്ലാം ഏരിയ മുഴുവൻ അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആറ്റിക്കിൽ മുഴുവൻ ഇതായിരുന്നു. അതായത് നമ്മൾ ഈ ഫ്ലോർ ഇടുന്നതിന് മുമ്പ് ഇതായിരുന്നു ഇതിനു മുമ്പ്. ഇപ്പം ഈ ഫ്ലോറിൻ്റെ അടിയിലും ഇത് തന്നെയാണ് കേട്ടോ. ഇത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് ഈ ഫ്ലോർ വെച്ചിരിക്കുന്നത്. അതെടുത്ത് കളഞ്ഞെന്നാൽ നമ്മുടെ വീടിൻ്റെ ഹീറ്റിങ് കുറഞ്ഞു പോകും. അതുപോലെ ഈ ആറ്റിക്കൽ ഈ ഒരൊറ്റ ലൈറ്റേ ഉള്ളൂ, കാരണം നമുക്ക് കൂടുതൽ ലൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വീടിൻ്റെ ആറ്റിക്കിൻ്റെ വിശേഷങ്ങൾ. ഓരോ വീടിൻ്റെയും വലുപ്പത്തിനനുസരിച്ച് ആറ്റിക്കിനും വ്യത്യാസം ഉണ്ടാവും. എല്ലാ വീടിനും ഇത് ഇത്രയും സ്പേസ് ഉള്ള ആറ്റിക് ഉണ്ടാകണമെന്നില്ല. ചില സ്ഥലങ്ങളിൽ വീട് മേടിക്കുമ്പോൾ ആറ്റിക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും സ്പേസേ ഉണ്ടാവുള്ളൂ, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, കാരണം ഇതിൻ്റെ ഹൈറ്റ് കുറവായിരിക്കും. പക്ഷേ ഈ വീടിന് നമുക്ക് ഇത് പിന്നീട് ഇത് കൺവേർട്ട് ചെയ്ത് നമുക്കൊരു വലിയൊരു ബെഡ്റൂം, ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുഴുപ്പിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളും വീടിൻ്റെ ഏകദേശം സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോയുമായിട്ട് ഇനിയും വരാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.